യോ വാട്സപ്പ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ മിസ്റ്റർ സ്ട്രേഞ്ചർ. അപ്പോൾ ഇത് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ ചാനൽ എന്ന് ഞാൻ പറയാം. നമ്മളെല്ലാവരും വണ്ടിയുടെ യൂസ് ചെയ്യുന്നവരാണല്ലോ. എന്നാൽ വണ്ടി ഓടിക്കുന്നതല്ലാതെ മെയിൻ്റനൻസ് എന്നൊരു കാര്യം വരുമ്പോൾ പലർക്കും ചെയ്യാൻ പേടിയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അതിനെക്കുറിച്ചൊരു പ്രോപ്പർ പ്രൊസീജിയേഴ്സ് നമുക്കറിയില്ല. അപ്പം ആ ഒരു പേടിയൊക്കെ ഒന്ന് മാറ്റാനും എങ്ങനെ പ്രോപ്പറായി നമ്മുടെ വണ്ടി വീട്ടിൽ വെച്ച് നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു ചാനൽ. അപ്പോൾ എന്നെപ്പോലെ ഒരു വണ്ടിപ്രാന്തനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ചാനൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫ്യൂൽ ടാപ്പ് ലോക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. ഫ്യൂൽ ടാപ്പ് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്യൂൽ ടാപ്പിൽ നിന്നും കാർബറേറ്ററിലോട്ട് പോകുന്ന ഫ്യൂൽ പൈപ്പ് കാർബറേറ്റർ സൈഡിൽ നിന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു പൈപ്പ് നമ്മൾ ഇളക്കിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇതിനകത്ത് ഫ്യൂൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വലിച്ചിളക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോട്ടോ ഒക്കെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വളരെ സൂക്ഷിച്ച് ചെയ്യുക. അടുത്തത് നമുക്ക് അഴിക്കാനുള്ളത് ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. ഇതിപ്പോൾ ക്ലാസിക് 350ക്ക് ഈ സൈഡിൽ നിന്ന് അയച്ചെടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം കൈയൊന്നും അതിൻ്റെ ഇടയ്ക്ക് കയറത്തില്ല. അപ്പോൾ അതിന് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് അപ്പർ സൈഡിൽ നിന്ന് ബാക്കി എല്ലാ നട്ട്സും ബോൾസും എല്ലാം ഇളക്കിയതിന് ശേഷം ഈ ഒരു കേബിൾ ഇളക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അപ്പർ സൈഡിലോട്ട് പോകാം. ആദ്യം ഈ സൈഡിലുള്ള ഹോസ് കണക്ഷൻസ് എല്ലാം ഊരിയെടുക്കുക. ഇത് ഓവർഫ്ലോ ട്യൂബാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ കാർബറേറ്ററിൽ ഒരു പ്രോപ്പർ അളവിൽ കൂടുതൽ ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ അത് എൻജിനിലേക്ക് ഇറങ്ങാതെ പുറത്തേക്ക് ഒഴുക്കി കളയാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് എൻജിൻ്റെ സൈഡിലോട്ടുള്ളതും എയർ ഫിൽറ്ററിൻ്റെ സൈഡിലോട്ടുള്ളതുമായ ക്ലാമ്പുകൾ രണ്ടെണ്ണം ലൂസാക്കണം. ഈ ക്ലാമ്പ് ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പായിരിക്കും. ഇപ്പം ക്ലാസിക്കിന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് അലൻ കീയും ബാക്ക് ഫിലിപ്സ് ഹെഡ് സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. ഇപ്പം ഒരു FC ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും അല്ലെങ്കിൽ ടൈപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ക്ലാമ്പ് രണ്ടും നല്ലപോലെ ലൂസായി കഴിഞ്ഞാൽ പതുക്കെ സൂക്ഷിച്ച് കാർബറേറ്റർ ഇളക്കി എടുക്കുക. ഒരു കാരണവശാലും വലിച്ചു പറിച്ചിളക്കരുത്. കാർബറേറ്റർ ഇളകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഊരാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ കേബിള് ലൂസാക്കുന്ന രീതി ഞാൻ കാണിക്കാൻ വിട്ടുപോയി, അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ബേസിക്കലി CV കാർബറേറ്ററിൻ്റെ വർക്കിംഗ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ വണ്ടികൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ ചെറിയ ചെറിയ കമ്പോണൻസിന് വ്യത്യാസം വരും. ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഈ കാർബറേറ്ററിൻ്റെ ചോക്ക് വാൽവ് ഒരു പുൾ പുഷ് ബട്ടൺ ടൈപ്പാണ്. എന്നാൽ ഇപ്പോൾ ഹാൻഡിൽ ബാറിലാണ് ചോക്ക് ലിവർ വരുന്നതെങ്കിൽ ഇതിന് പകരം ഇവിടെ വരുന്നത് ഒരു കേബിളായിരിക്കും. അതല്ല, ഇനി ഇതൊരു ഓട്ടോ ചോക്ക് വണ്ടിയാണെങ്കിൽ ഇതിന് പകരം വരുന്നത് ഒരു ഇലക്ട്രോണിക് സോളിനോയിഡ് ടൈപ്പ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസിക് 350യുടെ കാർബറേറ്ററായിട്ടുള്ള കണക്ഷൻസ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇനി FCക്ക് അതിൻ്റെ കാർബറേറ്ററിലോട്ട് എന്തുമാത്രം കണക്ഷൻസ് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ പെട്രോൾ ടാങ്കിൽ നിന്നുള്ള ഫ്യൂവലിൻ്റെ സപ്ലൈ ആണ്, അതിലുള്ള ട്യൂബാണ്. ഇത് ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. ഹാൻഡിൽ ബാറിലാണ് ചോക്ക്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കേബിൾ ടൈപ്പ് ആണ് വരുന്നത്. ഇത് TPS അഥവാ ടോട്ടൽ പൊസിഷൻ സെൻസറിൻ്റെ കണക്ടറാണ്. നമ്മുടെ ക്ലാസിക് 350ക്ക് സെൻസറേ വരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു കണക്ടർ അതിനില്ല. പിന്നെ വരുന്നത് ഒരു ഓവർഫ്ലോയുടെ പൈപ്പാണ്.
ഇനി നമുക്ക് ഡിസസംബ്ലിയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് കാർബൈഡിൻ്റെ പുറത്തുള്ള കുറച്ച് പാർട്സ് നമുക്ക് പരിചയപ്പെടാം. ഈ ചെറിയ ഹോൾ വരുന്ന ഭാഗം എപ്പോഴും എൻജിൻ സൈഡിലോട്ടും വലിയ ഹോൾ വരുന്ന ഭാഗം എപ്പോഴും എയർ ഫിൽട്ടർ സൈഡിലോട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മുടെ ചോക്കാണ്. ഈ അകത്ത് കാണുന്നതാണ് ബട്ടർഫ്ലൈ വാൽവ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ഈ വാൽവ് തുറക്കും. ഈ വാൽവ് തുറക്കുമ്പോൾ അതാണ് കൂടുതൽ എയർ ഫ്യൂവൽ മിക്സ്ചർ നമ്മുടെ കംപ്രഷൻ ചേമ്പറിൻ്റെ അകത്തോട്ട് ചെല്ലുന്നത്. എൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യാപ്പ് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ സാധാരണ നമ്മുടെ GPS സെൻസർ വരുന്നത്. ഇപ്പോൾ ക്ലാസിക് സെൻസർ ഇല്ലാത്ത മോഡലായതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഒരു ക്യാപ്പിട്ട് അടച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അത് എത്രത്തോളമാണ് എന്ന് കറക്റ്റ് സെൻസ് ചെയ്ത് അതൊരു കൺട്രോൾ യൂണിറ്റിൽ എത്തിക്കുക എന്നാണ് ഒരു GPS സെൻസറിൻ്റെ ഡ്യൂട്ടി. ഇത് ചാർക്കോൾ കനസ്റ്റിലോട്ടുള്ള കണക്ഷനാണ്. ഇത് BS4 മോഡലുകൾക്കേ ഉള്ളൂ, BS3 മോഡലുകൾക്ക് ഇത് വരില്ല. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓവർഫ്ലോ വാൽവാണ്. ഇത് എയർ വെന്റിലേഷൻ്റെ പൈപ്പാണ്. നമുക്കിതൊന്ന് ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഹോസ് ഊരിയെടുത്ത് മാറ്റി വെച്ചു. ഇനി ഫ്ലോട്ട് ചേമ്പറിൻ്റെ ബോൾട്ടുകൾ രണ്ടെണ്ണം നമുക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിലിപ്സ് ഹെഡിൻ്റെ ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫിലിപ്സ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെപ്പം എന്ത് കഴിച്ചാലും പ്രോപ്പർ ടൂൾസ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളെ പണി എപ്പോഴും ഇരട്ടിയാകത്തേ ഉള്ളൂ. അങ്ങനെ ഫ്ലോട്ട് ചേമ്പർ നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. ഇത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വണ്ടി ഒരു 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 5000 കിലോമീറ്റർ ഓടിയ വണ്ടിയിൽ ഇത്രയ്ക്ക് ഒരു പൊടി അഴുക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്യൂവലിൻ്റെ ഗുണം അല്ല, എന്ത് പറയാനാ. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സീൽ, അല്ലെങ്കിൽ ഓറിംഗ് എന്ന് പറയും. അതിലെന്തെങ്കിലും ക്രാക്കോ എന്തെങ്കിലും ഡാമേജ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഇതിലെന്തെങ്കിലും ക്രാക്കോ എന്തെങ്കിലും ഡാമേജ് ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് പെട്രോൾ ലീക്ക് ആവുന്നതാണ്. ഈ കാണുന്നതാണ് മെയിൻ ജെറ്റ്. ഇത് പൈലറ്റ് ജെറ്റ്. ഇതാണ് ഫ്ലോട്ട്, ഇതതിൻ്റെ ബോൾട്ട്. ഇപ്പോൾ ഞാൻ ഈ ഫ്ലോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഈ ഫ്ലോട്ട് ചേമ്പറിൻ്റെ അകത്താണ് ഇരിക്കുക. ഈ ചേമ്പറിൻ്റെ അകത്താണ് ഈ പെട്രോൾ ഫുൾ ടൈം നിറഞ്ഞായിരിക്കും നിൽക്കുന്നത്. പെട്രോൾ ഇതുവഴി ഇറങ്ങി ഈ വാൽവിലൂടെ വന്ന് ഫ്ലോട്ട് ചേമ്പറിൻ്റെ അകത്ത് നിറയും. ഞാനൊന്നുകൂടെ കാണിക്കാം. പെട്രോൾ ഇതുവഴി വന്ന് ഈ മധ്യത്തെ വാൽവ് വഴി ചേമ്പറിൻ്റെ അകത്ത് വീഴും. ഈ ചേമ്പർ നിറയുമ്പോൾ ഈ ഫ്ലോട്ട് പൊങ്ങും. ഫ്ലോട്ട് പൊങ്ങുമ്പോൾ മധ്യത്തെ വാൽവ് അടയും. അപ്പോൾ പെട്രോളിൻ്റെ ഫ്ലോ നിൽക്കും. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണാൻ സാധിക്കും.
അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലോട്ട് വാൽവ് ഒന്ന് ഊരിയെടുക്കാം. ഞാൻ ആദ്യം ബോൾട്ട് ഇളക്കുക. ബോൾട്ട് ഇളക്കിയതിന് ശേഷം പതുക്കെ നമുക്ക് ആ ഫ്ലോട്ട് വാൽവ് പൊക്കി ഊരിയെടുക്കാം. ഫ്ലോട്ട് അസംബ്ലി ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്ലോട്ട് വാൽവ് അതിൻ്റെ പിന്നൊന്നും എങ്ങും ഇളകി തെറിച്ച് പോകാതെ സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഇത് ഫ്ലോട്ട് പിൻ, നമുക്കിത് ഊരിയെടുക്കണം. ഇതാണ് ഫ്ലോട്ട് വാൽവ്, ഇതും നമുക്ക് ഊരിയെടുക്കണം. ഈ വാൽവ് ഊരിയതിന് ശേഷം വാൽവിൻ്റെ അറ്റത്ത്, അതായത് ഈ ബ്ലാക്ക് പോർഷനിൽ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഒരു റിംഗ് ഷേപ്പിൽ ഒരു മാർക്ക് ഉണ്ടോ എന്നും കൂടെ നോക്കുക. അങ്ങനെ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ കാർബറേറ്റർ ഓഫ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ കാണുന്ന റിംഗ് മാർക്ക് അത് പെട്രോളിൻ്റെ നനവാണ്, അത് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ റിംഗ് ഷേപ്പിൽ ആ റബ്ബർ ഏരിയയിൽ എന്തെങ്കിലും പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാർബറേറ്റർ ഓഫ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലൊരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ നോക്കുക. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അത് സ്റ്റക്കായിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ഓവർഫ്ലോ ആവും. അപ്പോൾ ഓവർഫ്ലോ വന്നാൽ ആദ്യം എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോക്ക് അഴിച്ചെടുക്കാം. ഇതാണ് ചോക്ക് വാൽവ്. അകത്തെ ഹോൾ കണ്ടോ, അതിൻ്റെ അകത്താണ് ഈ നീഡിൽ കയറിയിരിക്കുന്നത്. ഇത് എയർ ഫ്യൂൽ മിക്സ്ചർ സ്ക്രൂ ആണ്. ഇതിലാണ് നമ്മുടെ കാർബറേറ്ററിൻ്റെ ട്യൂണിങ് ഇരിക്കുന്നത്. ഞാനിത് ഇപ്പോൾ അഴിക്കുന്നില്ല, അവസാനം കാണിച്ചു തരാം. ഇനി നമുക്ക് ഡയഫ്രം കവർ ഇളക്കണം. ഇതെന്തോ കടന്നലെന്തോ കൂട് വെച്ചതാണ്. ഈ കവർ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അടിയിൽ ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഇളക്കുമ്പം ഈ കവർ തെറിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സ്പ്രിങ് ഊരിയെടുക്കാം. ഈ റബ്ബർ പോലത്തെ പോർഷൻ കണ്ടോ, അതാണ് ഇതിൻ്റെ ഡയഫ്രം. അത് നമുക്ക് സൂക്ഷിച്ചൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ വാക്വം പിസ്റ്റൺ ഊരിയെടുക്കാം. ഇതാണ് വാക്വം പിസ്റ്റൺ, താഴെയുള്ളത് അതിൻ്റെ നീഡിൽ. ഈ വാക്വം പിസ്റ്റൺ സർഫസ് എന്തെങ്കിലും ഒരു സ്ക്രാച്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഡയഫ്രത്തിൽ എന്തെങ്കിലും കട്ടോ ഡാമേജോ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ വണ്ടിക്ക് നല്ലതുപോലെ മിസ്സിങ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എഫ് സി യൂസ് ചെയ്യുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം, വണ്ടിക്ക് നല്ല മിസ്സിങ് ഇടയ്ക്ക് കാണിക്കാറുണ്ട്. എഫ് സിക്ക് വരുന്ന മിസ്സിങ് ഇഷ്യൂവിൻ്റെ പ്രധാന കാരണം ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ്. ഇനി നമുക്കിത് ജെറ്റുകൾ അയക്കാം. മെയിൻ ജെറ്റ് ഞാൻ അയക്കുന്നത് ഒരു 8 mm സോക്കറ്റ് വെച്ചാണ്. ഇത് അയക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഓവറായിട്ടുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കരുത്.
വളരെ പതുക്കെ സൂക്ഷിച്ച് വേണം ജെറ്റുകൾ അയച്ചെടുക്കാൻ. ഇതാണ് മെയിൻ ജെറ്റ്. ഇതിലുള്ള ഓറിങ് ഡാമേജ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അതുപോലെ തന്നെ ഈ ഹോൾസ് എന്തെങ്കിലും അടഞ്ഞിരിക്കുമോ എന്ന് നോക്കുക. അത് നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാനുള്ളതാണ്. പൊടിയും മറ്റും തുരുമ്പൊക്കെ കയറപ്പം ഏറ്റവും പെട്ടെന്ന് അടയുന്ന ഹോൾസിൽ ഒന്നാണിത്. ഇനി നമുക്ക് പൈലറ്റ് ജെറ്റ് അയക്കാം. അതിനൊരു ചെറിയ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും ഓവറായിട്ട് ബലം കൊടുത്ത് ഊരാൻ ശ്രമിക്കരുത്. ലൈറ്റ് പ്രഷർ കൊടുത്ത് മാത്രമേ ഊരാൻ ശ്രമിക്കാവൂ. മറ്റതുപോലെ തന്നെ ഇതും നമുക്ക് ക്ലീൻ ചെയ്യണം. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിൽ എത്തിക്കുക എന്ന ജോലി മെയിൻ ജെറ്റിൻ്റെയാണ്. അതുപോലെ നമ്മൾ ഐഡിൽ മോഡിൽ വണ്ടി ഇരിക്കുമ്പോൾ ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിൽ എത്തിക്കുക എന്നുള്ളത് പൈലറ്റ് ജെറ്റിൻ്റെ ജോലി. ഈ രണ്ട് ഹോൾസും നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. മധ്യത്തെ ഹോൾ കണ്ടോ? അതിലൂടെയാണ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഫ്യൂവൽ കമ്പഷൻ ചേമ്പറിലോട്ട് പോകുന്നത്. നമ്മുടെ വാക്യൂം പിസ്റ്റണിൻ്റെ നീഡിൽ ഈ ഹോളിനകത്തായിരിക്കും ഇരിക്കുന്നത്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ നീഡിൽ പൊങ്ങുകയും അതിൻ്റെ കൂടെ നമ്മുടെ ഫ്യൂവൽ സ്പ്രേ ചേമ്പറിലോട്ട് തെറിച്ച് വീഴുകയും ചെയ്യും. ഇതിൻ്റെ താഴെയാണ് മെയിൻ ജെറ്റ് വരുന്നത്. ഇനി നമുക്ക് എയർ ഫ്യൂവൽ മിക്സർ സ്ക്രൂ ഒന്ന് അഴിക്കാം. ഇത് അഴിക്കുമ്പോൾ വെറുതെ അഴിച്ച് കളയരുത്. ഇതിലാണ് കാർബറേറ്ററിൻ്റെ ട്യൂണിങ് ഇരിക്കുന്നത്. അത് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ട്യൂണിങ് തെറ്റാതെ ഇരിക്കണമെങ്കിൽ കറക്റ്റ് ട്യൂണിങ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെ നമ്മൾ ആദ്യം ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ അത് എത്ര റൊട്ടേഷൻ എടുക്കുന്നു എന്നുകൂടി ഒന്ന് കൗണ്ട് ചെയ്യണം. ഹാഫ്, 1, 1.5, 2. ഇപ്പം മൊത്തം 2 ടേൺസാണ് നമുക്ക് ഇത് തിരിച്ച് റീഫിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് കറക്കി സെറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ സ്ക്രൂകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് ചെറിയൊരു സ്പ്രിങ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്പ്രിങ് മിസ്സായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് ഒരു സി വി കാർബറേറ്ററിൻ്റെ മെയിൻ കമ്പോണൻസ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഒന്നുകൂടി നോക്കാം. ഫ്ലോട്ട് പിൻ, ഫ്ലോട്ട് വാൽവ്, മെയിൻ ജെറ്റ്, പൈലറ്റ് ജെറ്റ്, വാക്യൂം പിസ്റ്റൺ, ഡയഫ്രം, ഫ്ലോട്ട് ചേമ്പർ, ഡയഫ്രം കവർ, സ്പ്രിംഗ്, എയർ ഫ്യൂവൽ മിക്സർ സ്ക്രൂ, O-ring, bottom balls and top balls. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചെറിയ പാർട്സ് ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് ചെറിയ പാർട്സ് എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇനി നമുക്ക് ഇവയെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ട്രേയിലോട്ട് എടുത്ത് വയ്ക്കാം.
കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെട്രോളാണ്. പക്ഷേ മാക്സിമം അങ്ങനത്തെ കൊച്ചു കൊച്ചു ഹോളുകൾ എല്ലാം ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാർബറേറ്റർ ക്ലീൻ സ്പ്രേയോ അല്ലെങ്കിൽ ഒരു എയർ കംപ്രസറോ യൂസ് ചെയ്യാം. പേഴ്സണലി ഞാനൊരു കാർ ക്ലീനർ സ്പ്രേ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ കൊച്ചു കൊച്ചു ഹോൾസും മറ്റുമൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഡയഫ്രം ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡയഫ്രം ഒരുപാട് നേരം പെട്രോൾ നനഞ്ഞിരിക്കരുത്. കാരണം റബ്ബർ പെട്രോളിയം പ്രോഡക്ട്സ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബൾജാ ഡാമേജ് ആയി പോകും. ഈ ബട്ടർഫ്ലൈ വല തുറന്നു പിടിച്ച് ആ ഏരിയ മുഴുവൻ നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തൊക്കെ ഹോൾസ് ഉണ്ടോ ആ ഹോൾസ് എല്ലാം ക്ലീൻ ചെയ്യണം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കിയുള്ള പാർട്സ് കൂടി ക്ലീൻ ചെയ്യാം. ഇനി അടുത്തതായി മാറ്റി വെച്ച് നമ്മളെ ചെറിയ പാർട്സ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എൻ്റെ ഗ്ലൗസ് കീറിയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് വേറെ ഒന്നും കൊണ്ടല്ല, പെട്രോൾ വീണുകൊണ്ട് അത് ബൾജായി പൊട്ടിപ്പോകുന്നതാണ്. ഗ്ലൗസ് റബ്ബറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ഡയഫ്രത്തിൽ ഒരുപാട് നേരം പെട്രോൾ നനയരുതെന്ന്. ജെറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മളതിൽ ഒരു സ്പ്രേയോ എയർ കംപ്രസോ ഇല്ലാത്ത കൊണ്ട് ഈ ഒരു ചെറിയ ചെറിയ ഹോൾസിൽ ഒരു വയറിൻ്റെ ചെറിയ ഒരു കമ്പി എടുത്തിട്ട് ആ ഹോൾസ് കുത്തി കുത്തി ക്ലീൻ ചെയ്യുക. ഇപ്പം എൻ്റെ ജെറ്റ് അത്രയ്ക്ക് അടഞ്ഞിട്ടില്ല, നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പൈലറ്റ് ജെറ്റ് ക്ലീൻ ചെയ്യണം. ഇനി ഗ്ലൗസ് ഒന്ന് മാറ്റാം. ഇനി ക്ലീൻ ചെയ്ത പാർട്സ് എല്ലാം ഒന്ന് ഉണങ്ങിയൊരു തുണിയിൽ നമുക്ക് തുടച്ചെടുക്കണം. അതുപോലെ നമ്മുടെ ഡയഫ്രവും നമ്മുടെ വാക്വം പിസ്റ്റണും ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്യുക.
പിന്നെ നമ്മുടെ കാർബറേറ്ററിന് എല്ലാ ഹോൾസ്, അതുപോലെ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈ വാൽവിൻ്റെ ഏരിയാസും എല്ലാം നല്ലതുപോലെ ക്ലീൻ ആയോ എന്നൊന്ന് നോക്കി ഉറപ്പുവരുത്തുക. ബാക്കി പാർട്സൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. നമുക്കിനി അസംബ്ലിയിലോട്ട് കടക്കാം. ആദ്യമേ ബോട്ടം പാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്ലോട്ടിൽ ആദ്യം ഫ്ലോട്ട് വാൽവ് ഇടുക. ഫ്ലോട്ട് വാൽവ് ഇവിടെയാണ് സീറ്റ് ആവുന്നത്. സൂക്ഷിച്ച് ഫ്ലോട്ട് വാൽവ് ഇളകി പോകാതെ വാൽവ് ആ ഹോളിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം ഫ്ലോട്ട് പിൻ ഫ്ലോട്ടിൽ കയറ്റി ആ ഒരു ഗ്യാപ്പിൽ പ്രോപ്പറായി വെച്ച് ബോൾട്ട് ചെയ്യുക. അതിനുശേഷം ഫ്ലോട്ടിൻ്റെയും വാൽവിൻ്റെയും വർക്കിംഗ് അത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനി നമുക്ക് ആ ജെറ്റുകളൊന്ന് റീഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ജെറ്റുകൾ റീഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് ഇരുന്നാൽ മതി. അതിനപ്പുറം ടൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു വരും. ഇനി നമുക്ക് ഫ്ലോട്ട് ചേമ്പർ ഇട്ടിട്ട് ബോട്ടം സൈഡ് അടയ്ക്കാം.
അപ്പോൾ വാക്വം വേസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡയഫ്രത്തിൻ്റെ സൈഡിൽ ചെറിയൊരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. അത് കാർബറേറ്ററിനെ കറക്റ്റ് ഗ്യാപ്പിൽ തന്നെ വീഴുന്ന രീതിയിൽ ഇടുക. അതിനുശേഷം ഡയഫ്രം കറക്റ്റായി സീറ്റ് ചെയ്യുക. ഇനി സ്പ്രിങ് ഇടാം. സ്പ്രിങ് ഇട്ടതിന് ശേഷം ഡയഫ്രം കവറിലെ സെൻറ്ററിലുള്ള പ്രൊജക്ഷനിൽ സ്പ്രിങ്ങിൻ്റെ അറ്റം കയറ്റിയ ശേഷം അതേപോലെ വെച്ച് ഈ കവർ അടയ്ക്കുക. ഇനി നമുക്ക് ചോക്ക് വാൽവ് ഫിറ്റ് ചെയ്യാം. ചോക്ക് വാൽവ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചോക്ക് വാൽവ് ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എയർ ഫ്യൂൽ സ്ക്രൂ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ സ്ക്രൂ ഫിറ്റ് ചെയ്യുമ്പോൾ മറക്കരുത്, നമ്മൾ ഇളക്കുമ്പോൾ ഇതിനകത്തൊരു സ്പ്രിങ് ഉണ്ടായിരുന്നു. ആ സ്പ്രിങ്ങും കൂടി ഇട്ടിട്ട് വേണം ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ. ഇനി ഈ സ്ക്രൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 റൊട്ടേഷനാണ് സ്ക്രൂ ഇളക്കാൻ നേരം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ അത്രയും നമുക്ക് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഹാഫ് 1 1.5 2. പിന്നെ ഡിസസംബിൾ ടൈമിൽ നമ്മൾ ഊരി വെച്ച ഹോസിൻ്റെ കാര്യം വിട്ടുപോകരുത്, അതും ഫിറ്റ് ചെയ്യുക. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഇത് ബൈക്കിലേക്ക് റീഫിറ്റ് ചെയ്യാം. ആദ്യമേ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ഞാൻ ഇളക്കിയപ്പോൾ കാണിക്കാൻ വിട്ടുപോയ പോർഷൻ. ഇത് ആക്സിലേറ്റർ കേബിളിൻ്റെ പ്ലേ അഡ്ജസ്റ്റർ ആണ്. അത് ഈ ഹോളിലോട് ഇടണം. അതിനുശേഷം താഴെയുള്ള നട്ട് അഡ്ജസ്റ്ററിലോട്ട് കയറ്റി നമുക്ക് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കാർബ് നമുക്ക് എഞ്ചിനിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ ക്ലാമ്പുകൾ 2 ടൈറ്റ് ചെയ്യണം.
ഇനി ഹോസ് കണക്ട് ചെയ്യാം. ഓവർഫ്ലോയുടെ ഹോസ് കൂടി കണക്ട് ചെയ്യണം. ഇനി ഫ്യൂൽ ടാപ്പിൻ്റെ ഹോസ് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഫ്യൂൽ ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്യൂൽ ഇറങ്ങി ഫോർത്ത് ചേമ്പറിൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ടാവൂ. അതുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും വണ്ടി സ്റ്റാർട്ടാവുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ നമ്മളെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ ഒരു കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സുകൾ ഇത്രയേ ഉള്ളൂ. If you like this video, give this video a thumbs up, and if you're not a subscriber, think about subscribing.